അപമാനങ്ങളെ ചവിട്ടുപടിയാക്കി സൂപ്പർ സ്റ്റാർ ആയ ഒരാൾ തമിഴ് സിനിമയിലുണ്ടെങ്കിൽ അത് ദളപതി വിജയ് ആയിരിക്കും. തന്റെ ആദ്യ സിനിമയുമായി തിയേറ്ററിലെത്തിയ വിജയ് നേരിട്ടത് ഒരുപാട് കോലുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വിജയ് സിനിമകൾ ഏറ്റുവാങ്ങുന്നത് നിറഞ്ഞ കയ്യടികളാണ്. അങ്ങനെയുള്ള വിജയുടെ കരിയറിന്റെ ഒരു ടോട്ടൽ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് വിജയുടെ ആദ്യ സിനിമ മുതൽ ഇപ്പോൾ ഇറങ്ങുന്ന ഗോട്ട് എന്ന സിനിമ വരെ ഓരോ സിനിമയിലും നടന്ന അസ്വാഭാവികമായ കാര്യങ്ങളും ബോക്സ് ഓഫീസ് അനാലിസും ഒക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ഇട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് റിലീസായ ഗോട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി ഒന്ന് പറയണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമേ തന്നെ വിജയുടെ 90s കരിയർ നോക്കാം. 1992 തന്റെ അച്ഛനായ എസ് ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ഒരു ലീഡ് റോളിൽ വിജയുടെ എൻട്രി. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ അന്നത്തെ വലിയ പരാജയങ്ങളൊന്നായി മാറി. എന്നാൽ അവിടെ നിന്നും തോറ്റു കൊടുക്കാതെ പിന്നീട് 1993 സെന്തൂര പാണ്ഡി എന്ന ചിത്രത്തിൽ വിജയകാന്തിനൊപ്പം നായകനായി വീണ്ടും വിജയ് വന്നു. എന്നാൽ ഈ ചിത്രം വിജയുടെ ചിത്രമല്ല. ഈ ചിത്രത്തിൽ വിജയകാന്തിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നുവെങ്കിലും ഒരു നായക പരിവേഷമുള്ളത് വിജയ്ക്ക് തന്നെയായിരുന്നു. ചിത്രത്തിന്റെ ഇന്റർവെല്ലോടുകൂടിയാണ് വിജയകാന്തിന്റെ എൻട്രി. എന്തായാലും അന്നത്തെ വിജയകാന്തിന്റെ അവിടുത്തെ ഫാൻസും പോപ്പുലാരിറ്റിയും കാണാം സിനിമ അന്ന് വൻ വിജയമായി മാറി. ഇതിനുശേഷം പിന്നീട് 1994 രസികൻ എന്നൊരു ചിത്രവും വിജയുടേതായി പുറത്തു വന്നു. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. പിന്നീട് 1995 രാജാവിൻ പാർവയിലെ ദേവ, വിഷ്ണു, ചന്ദ്രലേഖ ഇങ്ങനെ 4 സിനിമകൾ റിലീസായി. ഇവയിൽ വിഷ്ണു എന്ന സിനിമയിലായിരുന്നു വിജയ് ആദ്യമായി ഗാനം ആലപിച്ചത്. ഇതും കൂടാതെ ദേവ എന്ന ചിത്രം അന്ന് 100 ഡേ റൺ തികയ്ക്കുകയും ചെയ്തു. വിജയുടെ കരിയറിലെ ആദ്യത്തെ മികച്ചൊരു ഹിറ്റായും ദേവയെ വിശേഷിപ്പിക്കാം. പിന്നീട് 1996 വിജയുടേതായി കുറച്ചധികം ചിത്രങ്ങൾ റിലീസായി. ഇക്കൂട്ടത്തിൽ കോയമ്പത്തൂർ മാപ്പിളെ എന്ന രംഗനാഥൻ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഈ ചിത്രമായിരുന്നു വിജയുടെ കരിയറിലെ ആദ്യത്തെ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ. ഇതിനുശേഷം റിലീസായ പൂവേ ഉണക്കാകെ എന്ന ചിത്രം അന്ന് ഫാമിലി ഓഡിയൻസിനെ വളരെ മികച്ച രീതിയിൽ വിജയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു സിനിമയിലൂടെ ഒരു ഫാമിലി ഹീറോ ആയും വിജയ് മാറി. ഇതിനുശേഷം പിന്നീട് വസന്ത വസൽ, മാൻ ഭൂമിക്കും മന്നവൻ, സെൽവ എന്നീ സിനിമകൾ റിലീസായി. ഈ സിനിമകളിൽ സെൽവ എന്ന ചിത്രം ഒരു വൻ ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് 1997 വിജയ്ക്ക് എടുത്തു പറയത്തക്ക ഒരുപാട് മികച്ച ചിത്രങ്ങൾ ഉണ്ടായ വർഷമായിരുന്നു. ഇക്കൂട്ടത്തിൽ കാലമെല്ലാം കാത്തിരുന്നേൻ എന്ന ചിത്രത്തിൽ വില്ലനായി വന്നത് ആ കാലത്ത് തിളങ്ങി നിന്ന കരൺ എന്ന നടനായിരുന്നു. ഇവരുടെ രണ്ടുപേരെയും കോമ്പിനേഷൻ കൊണ്ട് തന്നെ ഈ സിനിമ അന്നത്തെ വലിയ ഹിറ്റായി മാറി. ഇതും കൂടാതെ പിന്നീട് ലവ് ടുഡേ എന്ന സിനിമയിലൂടെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയും വിജയ് മാറി. പിന്നീട് വന്ന 1997 എസ് ചന്ദ്രശേഖറിന്റെ തന്നെ മറ്റൊരു ചിത്രമായിരുന്നു വൺസ് മോർ. ഈ ചിത്രത്തിൽ വിജയ്ക്കൊപ്പം ശിവാജി ഗണേശനും ഒരു പ്രധാന വേഷത്തിൽ വന്നു. ഈ സിനിമയും അന്നത്തെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. പിന്നീട് ഇതേ വർഷം തന്നെ റിലീസായ വിജയുടെ മറ്റു സിനിമകളായിരുന്നു നേർക്കുനേരും കാതലിക്ക് മര്യാദയും. ഇവയിൽ നേർക്കുനേർ എന്ന ചിത്രത്തിലൂടെ സൂര്യയുടെ തമിഴ് സിനിമയിലേക്കുള്ള പ്രവേശനവും ഉണ്ടായി. അങ്ങനെ വിജയ് സൂര്യ കോംബോ ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞു. ഇതിനുശേഷം പിന്നീട് വന്ന കാതലിക്ക് മര്യാദ എന്ന അനിയത്തി പ്രാവിന്റെ റീമേക്ക് ചിത്രം വിജയ്ക്ക് കരിയറിലെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ. അതിലൊന്നായിരുന്നു വിജയ്ക്ക് ആ വർഷം കിട്ടിയ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ്. പിന്നീട് 1998 വിജയ്ക്ക് നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടായി. കൂടുതൽ ഒന്നായിരുന്നു നിനൈത്തേൻ വന്ദൈ എന്ന ചിത്രം. ഈ ചിത്രം തെലുങ്കിൽ നിന്നും റീമേക്ക് വന്നതാണ്. തെലുങ്കിലെ പെല്ലി സണ്ടൈ എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു ഈ സിനിമ. ഇതും കൂടാതെ പ്രിയമുതൻ എന്ന സിനിമയിൽ ഒരു നെഗറ്റീവ് റോളിൽ വന്ന് ആരാധകരെ അമ്പരപ്പിക്കാനും വിജയ്ക്ക് സാധിച്ചു. ഇതും കൂടാതെ നിലവേ വാ എന്ന സിനിമയിലും നായകനായി വിജയ് ആ കാലത്ത് തിളങ്ങി. പിന്നീട് 1999 3 സിനിമകളായിരുന്നു വിജയ്ക്ക് നായകനായി വന്നത്. തുള്ളാത മനവും തുള്ളും എന്ന സിനിമയായിരുന്നു ആ വർഷത്തെ വിജയുടെ ഹൈലൈറ്റ് സിനിമ. ഈ സിനിമയിലൂടെ കേരളത്തിലും ഒരു വലിയ തരംഗം തീർക്കാൻ വിജയ്ക്ക് സാധിച്ചു. കേരളത്തിൽ അന്ന് 100 ദിവസത്തോളം പ്രദർശനം നടത്തിയ തമിഴ് സിനിമ കൂടിയായിരുന്നു തുള്ളാത മനവും തുള്ളും. ഈ സിനിമയിലൂടെ വിജയ്ക്ക് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദത്തെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പിന്നീട് വന്ന എൻട്രൻഡും കാതൽ എന്ന സിനിമയും നെഞ്ചിനിലെ എന്ന സിനിമയും വൻ ഹിറ്റുകളായി മാറി. ഇക്കൂട്ടത്തിലെ നെഞ്ചിനിലെ എന്ന സിനിമ മലയാളത്തിൽ റിലീസായ അഭിമന്യു എന്ന സിനിമയുടെ ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇതും കൂടാതെ പിന്നീട് വന്ന മിൻസാരക്കണ്ണ എന്ന KS രവികുമാർ സിനിമയും വിജയ്ക്ക് വലിയ വലിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ ഉണ്ടായിക്കൊടുത്തു. നെക്സ്റ്റ് 2000 ഏരയിലെ വിജയ്.
അതായത് 2000 ടൈമിലെ വിജയ്. ഈ വിജയിയാണ് നമ്മൾക്ക് ഏറെ ഇഷ്ടം. അക്കൂട്ടത്തിൽ ആദ്യം വന്ന സിനിമയായിരുന്നു കണ്ണുക്കുൾ നിലാവ്. ഫാസിൽ സംവിധാനം ചെയ്ത് ശാലിനിയായിരുന്നു ഈ സിനിമയിൽ നായികയായി വന്നത്. ഇതിനുശേഷം പിന്നീട് വന്ന ഖുഷി എന്ന എസ്.ജെ. സൂര്യ സംവിധായകനായ ചിത്രം വിജയുടെ കരിയറിലെ വലിയൊരു ട്രേഡ് മാർക്കായി മാറുകയുണ്ടായി. ഈ സിനിമ പിന്നീട് തെലുങ്കിലേക്കും എസ്.ജെ. സൂര്യ റീമേക്ക് ചെയ്തിരുന്നു. പിന്നീട് വന്ന പ്രിയമാനവളെ എന്ന ചിത്രം സിമ്രാനും വിജയും തമ്മിലുള്ള നല്ലൊരു കോമ്പിനേഷനും ബിൽഡ് ചെയ്തു. ഈ ചിത്രവും അവിടെ വൻ ഹിറ്റായിരുന്നു. ഈ ചിത്രം പവിത്ര ബന്ധം എന്ന തെലുങ്ക് സിനിമയുടെ തമിഴ് റീമേക്ക് ആയിരുന്നു. പിന്നീട് 2001 ഫ്രണ്ട്സ്, ബദ്രി, ഷാജഹാൻ എന്നീ 3 സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ലെവലിൽ എത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചു. ഇക്കൂട്ടത്തിൽ ഫ്രണ്ട്സ് എന്ന സിനിമ മലയാളത്തിലെ ജയറാമിന്റെ ഫ്രണ്ട്സ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. ഈ സിനിമയിൽ വിജയ്ക്കൊപ്പം സൂര്യയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇതിനുശേഷം വന്ന ബദ്രി എന്ന സിനിമ തമ്മുടു എന്ന തെലുങ്ക് സിനിമയുടെ ഡയറക്ടർ റീമേക്ക് ആയിരുന്നു. പിന്നീട് ഷാജഹാൻ എന്ന സിനിമയിലൂടെ ഒരുപാട് ഓഡിയൻസിനെ നേടിയെടുക്കാൻ വിജയ്ക്ക് സാധിച്ചു. പിന്നീട് 2002 3 സിനിമകളാണ് റിലീസായത്. 2002 തമിഴൻ എന്ന എസ്.എ. ചന്ദ്രശേഖർ എഴുതിയ ചിത്രത്തിലൂടെ വിജയ്ക്ക് വീണ്ടും ഫാൻസിനെ നേടിയെടുക്കാനായി ആ സിനിമയ്ക്ക് സാധിച്ചു. ഇതിനുശേഷം പിന്നീട് യൂത്ത് എന്ന സിനിമയും വിജയ്ക്ക് വലിയ വലിയ നേട്ടങ്ങളുണ്ടായി. ഈ സിനിമ ചിരു നവ്വുദോ എന്ന തെലുങ്ക് സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക് ആയിരുന്നു. ഇതിനുശേഷം വന്ന ഭഗവതിയിലൂടെ വിജയ്ക്ക് ഒരു സ്റ്റാർ മെറ്റീരിയലായി ഉയരാൻ കഴിഞ്ഞു. പിന്നീട് 2003 റിലീസായ വിജയ് സിനിമയായിരുന്നു വസീകര. നുവ്വു നാക്കു എന്ന വെങ്കിടേഷിന്റെ തെലുങ്ക് സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക് ആയിരുന്നു ഈ സിനിമ. ഈ സിനിമയും അവിടെ ഒരു വെൻ ഹിറ്റായി മാറി. ഇതിനുശേഷം പുതിയ ഗീതൈ എന്ന സിനിമയും അവിടുത്തെ ഒരു മികച്ച ഹിറ്റായി മാറി. ഈ സിനിമയിൽ വിജയ്ക്കൊപ്പം വില്ലൻ വേഷം ചെയ്തത് നമ്മുടെ കലാഭവൻ മണിയായിരുന്നു. പിന്നീട് വിജയ് ഒരു വലിയ ആക്ഷൻ ഹീറോ ആയി മാറാനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു തിരുമല എന്ന ചിത്രം റിലീസിന് പ്ലാൻ ചെയ്തത് ശരിക്കും വസീകര എന്ന സിനിമയുടെ ഡേറ്റിനായിരുന്നു. എന്നാൽ വസീകര സിനിമയുടെ ഡേറ്റും ഇതും തമ്മിൽ ചെറിയ ചെറിയ ക്ലാഷുകൾ ഉണ്ടായതുകൊണ്ട് വസീകര ആദ്യം റിലീസ് ചെയ്തതിനു ശേഷം തിരുമല റിലീസ് ചെയ്തു. തിരുമലയിലൂടെ വിജയ്ക്ക് വലിയ രീതിയിലുള്ള ഫാൻസ് ഓഡിയൻസിനെ നേടിയെടുക്കാൻ സാധിച്ചു. ഒരു ആക്ഷൻ ഹീറോ ആയി ഒരു ചുവടുവയ്പ് നടന്നു. പിന്നീട് 2004 ഉദയ എന്ന ചിത്രത്തിലൂടെ വിജയ് സിമ്രാൻ കൂട്ടുകെട്ട് ഒന്നുകൂടി ഒന്നിച്ചു. പിന്നീടാണ് വിജയുടെ കരിയറിനെ തന്നെ മാറ്റി വച്ച സിനിമ ഉണ്ടായത് ഗില്ലി. ധരണി സംവിധാനം ചെയ്ത മഹേഷ് ബാബു സിനിമയായ ഒക്കടുവിന്റെ റീമേക്ക്. ഈ സിനിമ ഗില്ലി എന്ന പേരിൽ ധരണി റീമേക്ക് ചെയ്തു. ഈ സിനിമയിലൂടെ വിജയ്ക്ക് ഒരു വേറെ ലെവൽ ഫാൻസിനെയും ആരാധക ബന്ധത്തെയും കാണാൻ സാധിച്ചു. ഇന്നും ഗില്ലി നമ്മളെ കോരിത്തരിപ്പിക്കുന്നത് വേറെ ലെവലിലാണ്. എന്തായാലും ഇതിനുശേഷം പിന്നീട് റിലീസായതും വിജയുടെ ഒരു ഓൾറൗണ്ടർ പെർഫോമൻസ് നടന്ന മധുര എന്ന സിനിമയായിരുന്നു. അങ്ങനെ ഒരു വർഷം തന്നെ 2 കിടിലൻ ബ്ലോക്ക് ബസ്റ്ററുകൾ നേടാൻ വിജയ്ക്ക് സാധിച്ചു, ഗില്ലിയും മധുരയും. പിന്നീട് 2005 ആദ്യം റിലീസായ സിനിമയായിരുന്നു തിരുപ്പാച്ചി. പേരരസ് സംവിധാനം ചെയ്ത തിരുപ്പാച്ചി. ഈ സിനിമയും ഒരു മാസ് ആക്ഷൻ കലർന്ന ചിത്രമായിരുന്നു. പിന്നീട് റിലീസായ വിജയ് ചിത്രം ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു. വിജയുടെ അച്ഛൻ സംവിധാനം ചെയ്ത ശുക്രൻ എന്ന സിനിമ. ഈ സിനിമയിൽ വിജയ് ചെയ്തത് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ്. എന്നാൽ പോലും സിനിമ മാർക്കറ്റ് ചെയ്തത് വിജയുടെ പേര് തന്നെയാണ്. പിന്നീട് റിലീസായ ചിത്രമായിരുന്നു സച്ചിൻ. വിജയ് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നല്ലൊരു റൊമാൻറ്റിക് സിനിമ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു വൻ ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു സച്ചിൻ. എന്നാൽ ഈ ചിത്രം തെലുങ്കിലെ നീത്തോ എന്ന സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക് ആണ്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു ചൈൽഡിഷ് ക്യാരക്ടറുള്ള അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയ ഒരു വിജയാണ്. ഈ ചിത്രവും ഇന്നും ആരാധകരുടെ വൻ ഫേവററ്റ് ആണ്. ഇതിനുശേഷം പിന്നീട് തിരുപ്പാച്ചിയുടെ സംവിധായകനായ പേരരസ് മറ്റൊരു സിനിമ കൂടി വിജയെ വെച്ച് ചെയ്തു. അതായത് വിജയെ വെച്ച് ശിവകാശി എന്ന സിനിമ റിലീസായിരുന്നു ഇതേ വർഷം തന്നെയായിരുന്നു. അതായത് ഒരേ സംവിധായകന്റെ തന്നെ 2 സിനിമകൾ വിജയ് ഈ വർഷം അഭിനയിച്ചു. പിന്നീട് 2006 ഒറ്റ സിനിമ മാത്രമേ റിലീസായുള്ളൂ. അതാ നോക്കടെ എന്ന തെലുങ്ക് സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക് ആയിരുന്നു ഈ സിനിമ. പിന്നീടാണ് 2007 വിജയുടെ കരിയറിനെ തന്നെ മാറ്റിമറിച്ച മറ്റൊരു സിനിമ പറഞ്ഞത് പോക്കിരി എന്ന പ്രഭുദേവ ഡയറക്ട് ചെയ്ത ചിത്രം. ഈ ചിത്രത്തിലൂടെ കേരളത്തിൽ വിജയ് ഉണ്ടാക്കിയ ഒരു ഓളം വേറെ ലെവലാണ്. ഈ സിനിമ മഹേഷ് ബാബുവിന്റെ പോക്കിരിയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആയിരുന്നു. ഈ സിനിമ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തെലുങ്ക് ഓഡിയൻസിന്റെ ഇടയിലും എല്ലാം വിജയ്ക്ക് വൻ പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ പിന്നീട് ഇറങ്ങിയ അഴകിയ തമിഴ് മകൻ എന്ന സിനിമ ഫ്ലോപ്പ് ആയതോടുകൂടി വിജയ് ചെറിയ രീതിയിൽ ഡൗൺ ആകാൻ തുടങ്ങി. അതിനുശേഷം 2008 ഇറങ്ങിയ കുരുവി വൻ ഹൈപ്പിലായിരുന്നു റിലീസായത്. കാരണം ഗില്ലി എന്ന സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്ട് കാരണം ധരണി വിജയ് കോംബോ വീണ്ടും വരുന്നു എന്നതുകൊണ്ട് തന്നെ വൻ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിച്ചു. പിന്നീട് അതേ വർഷം തന്നെ പന്തയം എന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളിലും വിജയ് വന്നു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വരെ ചലനം ഉണ്ടാക്കിയില്ല. അതിനുശേഷം പിന്നീടും വിജയ്ക്ക് അടിപതറിയ നിമിഷങ്ങളായിരുന്നു. ഇക്കൂട്ടത്തിൽ 2009 റിലീസായ വില്ല് എന്ന സിനിമയും ഉണ്ടായിരുന്നു.
പ്രഭുദേവ വിജയ് കോംബോ ആദ്യം വന്ന പോക്കിരി വൻ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വൻ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു വൻ ഡിസാസ്റ്ററായി മാറി. പിന്നീട് അതേ വർഷം വന്ന വേട്ടയ്ക്കാരൻ എന്ന സിനിമ ചെറിയ രീതിയിൽ ഹിറ്റായെങ്കിലും ഒരു വൻ ഹിറ്റ് ആവാൻ സാധിച്ചില്ല. എന്നാൽ ഈ സിനിമ കേരളത്തിൽ ഉണ്ടാക്കിയ ഓളം വേറെ ലെവലായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് വിജയുടെ 9ാമത്തെ സിനിമ റിലീസ് സുറ. ഈ സിനിമ വൻ ഫ്ലോപ്പായി മാറിയതോടെ വിജയുടെ പതനം ഏറെക്കുറെ ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു. കഥ ഇനി അവസാനിച്ചിട്ടില്ല. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. പിന്നീട് 2011 വിജയ് തന്റെ കരിയറിനെ റീബിൽഡ് ചെയ്യുന്ന ടൈമാണ്. എന്നാൽ ആ വർഷം ഇറങ്ങിയ 3 സിനിമകളും റീമേക്ക് ആയിരുന്നു. ആ കൂട്ടത്തിൽ ആദ്യം റിലീസായ സിനിമ കാവലനായിരുന്നു. ദിലീപ് നായകനായ ബോഡിഗാർഡ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക്. ഈ സിനിമ അവിടെ ഒരു ആവറേജിൽ കൂടുതലുള്ള ഒരു എബോ ആവറേജ് ഹിറ്റായി മാറി. പിന്നീട് റിലീസായ വേലായുധം എന്ന സിനിമയും തെലുങ്കിൽ നാഗാർജുന ചെയ്ത ആസാദ് എന്ന സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക് ആയിരുന്നു. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി. പിന്നീട് വന്ന ശങ്കർ ചിത്രമായ നൻപൻ. ഈ നൻപൻ എന്ന സിനിമയും 3 Idiots എന്ന ഹിന്ദി സിനിമയുടെ ഡയറക്ടർ റീമേക്ക് ആയിരുന്നു. ഈ 3 സിനിമകളും ആവറേജിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഒരു ബ്ലോക്ക് ബസ്റ്റർ നൽകാൻ വിജയ് കൊണ്ട് സാധിച്ചില്ല. എന്നാൽ പിന്നീട് കഥ മുഴുവൻ മാറി മറിഞ്ഞു. 2012 വിജയ് ചെയ്തത് 2 സിനിമകളാണ്. അവയിലൊന്ന് റൗഡി റാത്തോർ എന്ന ഹിന്ദി ചിത്രം. വിജയ് ആകെ അഭിനയിച്ച ഒരേ ഒരു ഹിന്ദി സിനിമ ഇതാണ്. അതും ഒരു ക്യാമിയോ അപ്പിയറൻസ്. പിന്നീടാണ് വിജയുടെ തലവര മാറ്റി മറിച്ച തുപ്പാക്കി റിലീസായി. AR മുരുകദാസ് വിജയ് കോംബോയിൽ വന്ന തുപ്പാക്കി എന്ന സിനിമ തമിഴിൽ മാത്രമല്ല കേരളത്തിൽ ഉണ്ടാക്കിയ തരംഗവും വേറെ ലെവലായിരുന്നു. വിജയുടെ കരിയറിലെ അക്കാലത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയും ഇത് തന്നെയായിരുന്നു. പിന്നീട് 2013 റിലീസായ താലൈവ എന്ന സിനിമയും ആവറേജിന് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് നേടിയെടുത്തു. അതിനുശേഷം പിന്നീട് 2014 ജില്ല എന്ന സിനിമയിലൂടെ മോഹൻലാൽ വിജയ് കോംബോയെ ആദ്യമായി സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ സിനിമ ഒരു വൻ ബ്ലോക്ക് ബസ്റ്റർ ആവാൻ അന്ന് കഴിഞ്ഞില്ല. അതിന്റെ പ്രധാന കാരണം അതിന്റെ കൂടെ ഇറങ്ങിയ വീരം എന്ന സിനിമയുടെ ക്ലാഷ് റിലീസ് ആയിരുന്നു. അങ്ങനെ ഒരു ബിഗ്ഗസ്റ്റ് ക്ലാഷ് വന്നതുകൊണ്ട് ജില്ല അവിടെ ആവറേജിന് മുകളിൽ നിന്ന ഒരു വിജയമായി മാറാൻ സാധിച്ചു. ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അതേ വർഷം തന്നെ മറ്റൊരു സംഭവം കൂടി റിലീസായി, കത്തി. കത്തി എന്ന സിനിമയിലൂടെ വിജയ്ക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം വൻ രീതിയിലുള്ള ഓഡിയൻസ് പോപ്പുലാരിറ്റി നേടിക്കൊടുത്തു. എന്നാൽ ആ സ്റ്റാർഡം പിന്നീട് വിജയുടെ കൈവിട്ടു പോയോ എന്ന് വിചാരിച്ച വർഷമായിരുന്നു 2015. 2015 റിലീസായ ചിത്രമായിരുന്നു പുലി. വിജയും കിച്ച സുദീപും നേർക്ക് നേരെ വന്ന സിനിമകളായിരുന്നു ഈ സിനിമ. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായി മാറി. അതിനുശേഷം പിന്നീട് 2016 തെരി എന്ന ഈ ചിത്രത്തിലൂടെ വിജയ് ഒരു വൻ കംബാക്ക് നടത്തി. ഈ തെരി എന്ന ചിത്രം ക്ഷത്രിയൻ എന്ന വിജയകാന്ത് സിനിമയുടെ ഒരു ഇൻസ്പയർഡ് റീമേക്ക് ആയിരുന്നു. എന്തായാലും ഈ സിനിമയിലൂടെ വിജയ് ഒരു വലിയ കംബാക്ക് നടത്തി. എന്നാൽ തൊട്ടടുത്ത വർഷം 2 സിനിമകൾ റിലീസായി. അവയിലൊന്നായിരുന്നു ഭൈരവ. ഭൈരവ ശരിക്കും വിജയുടെ ഒരു സ്റ്റൈലും ആക്ഷനും സ്വാഗും എല്ലാം നിറഞ്ഞ ഒരു ബിഗ്ഗസ്റ്റ് മാസ് മസാല സിനിമ തന്നെയായിരുന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയത്തെ നേരിട്ട സിനിമയായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു വലിയ പരാജയമായി മാറിയില്ല, ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി. ഇതിനുശേഷം വിജയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം വിജയുടെ സ്റ്റാർഡം പീക്കിലെത്തിയ സിനിമയായിരുന്നു പിന്നീട് റിലീസായത്. അത് ആറ്റ്ലി ചെയ്ത മെർസലായിരുന്നു. മെർസൽ സിനിമ അപൂർവ സഹോദരങ്ങൾ എന്ന കമലഹാസൻ സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു. എന്നാൽ പോലും ഈ സിനിമ അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. ഒരു വൻ ഹിറ്റായി ഈ സിനിമ മാറി. അതിനുശേഷം പിന്നീട് വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പിൽ റിലീസായ സിനിമയാണ് വന്നത്. AR മുരുകദാസ് വിജയ് കോംബോയിൽ വന്ന സർക്കാർ. ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നത് തന്നെ ഇപ്പോഴും ഓർക്കുമ്പോൾ വൻ രോമാഞ്ചമാണ്. കാരണം അത്രത്തോളം വെയിറ്റ് ചെയ്ത് വന്ന ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇന്നും മറക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഫാൻസിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമ വരാഞ്ഞത് കൊണ്ട് തന്നെ സിനിമ ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയി. ഇതിനുശേഷം പിന്നീട് വന്ന മറ്റൊരു സിനിമയായിരുന്നു ബിഗിൽ. 2019 വന്ന ബിഗിൽ എന്ന സിനിമയും വൻ ഹൈപ്പായിരുന്നു. കാരണം ആറ്റ്ലി വിജയ് കോംബോ, തെരി, മെർസൽ എന്നീ സിനിമകൾക്ക് ശേഷം വരുന്നു. അതുകൊണ്ട് തന്നെ വൻ രീതിയിലുള്ള ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയും വലിയ രീതിയിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയോ എന്ന കാര്യം ഇന്ന് സംശയമാണ്. എന്നാൽ പോലും വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമകളിലൊന്നും കൂടിയായിരുന്നു ബിഗിൽ. എന്നാൽ ഫാൻസിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമ ഉയർന്നില്ല. ബോക്സ് ഓഫീസിൽ വൻ പ്രകടനം ഈ സിനിമ കാഴ്ചവെച്ചു എങ്കിൽ പോലും പിന്നീട് വിജയ് സിനിമ റിലീസായത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്.
അവയിൽ പ്രധാന കാരണം കോവിഡ് ആയിരുന്നു. 2020 റിലീസ് ആവാൻ വേണ്ടിയിരുന്ന മാസ്റ്റർ എന്ന സിനിമ റിലീസായത് 2021 ലോകേഷ് വിജയ് കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ഇത്. വൻ ഹൈപ്പിൽ വന്ന ഈ സിനിമയും പ്രതീക്ഷകൾക്ക് ഉയർന്നോ എന്ന കാര്യം ഇന്നും സംശയമാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിൽ ഈ സിനിമ ഉണ്ടാക്കിയ തരംഗം ഇപ്പോഴും മറക്കാൻ കഴിയില്ല. ഒരുപാട് പൂട്ടിപ്പോയ തിയേറ്ററുകളെ വീണ്ടും ഉണർത്തിയെടുത്ത സിനിമ കൂടിയായിരുന്നു മാസ്റ്റർ. 2022 റിലീസായ സിനിമയായിരുന്നു ബീസ്റ്റ്. നെൽസൺ വിജയ് കോംബോ ആദ്യമായി ഒന്നിച്ച സിനിമ. ഈ സിനിമ ക്ലാഷിന് വെച്ചത് ഒരു വലിയ ധൈര്യമായിരുന്നു. അതായത് KGF 2 എന്ന ബിഗ്ഗസ്റ്റ് ഹൈപ്പ് സിനിമയ്ക്കൊപ്പം റിലീസ് വെച്ച വിജയ്. എന്തായാലും ഈ സിനിമയും ഒരു വൻ ഹൈപ്പിൽ വന്നെങ്കിലും ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കി, അത് ശരി തന്നെ. എന്നാൽ പോലും ഫാൻസിന്റെ പ്രതീക്ഷയ്ക്കൊന്നും ഉയർന്നില്ല. പിന്നീട് 2023 2 സിനിമകളാണ് റിലീസായത്. ജനുവരി മാസത്തിൽ പൊങ്കൽ റിലീസായി വന്ന വാരിസ്. ഈ സിനിമ അന്ന് വൻ നെഗറ്റീവ് റിവ്യൂ ആണ് നേരിട്ടത്. എന്നാൽ പോലും ക്ലാഷ് വെച്ച എല്ലാ സിനിമകളെയും അട്ടിമറിച്ച് സിനിമ ക്ലാഷ് വിന്നറായി. ക്ലാഷ് വെച്ചത് ആരോടൊക്കെയാണെന്ന് അറിയാമോ? അജിത്, ബാലയ്യ, ചിരഞ്ജീവി 3 സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം ക്ലാഷ് വെച്ച് നെഗറ്റീവ് റിവ്യൂ നേടി. എന്നാലും ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനത്ത് വാരിസ് വന്നു. ഇതിനുശേഷം പിന്നീട് അതേ വർഷം തന്നെ റിലീസായ സിനിമയായിരുന്നു തമിഴ്നാട്ടിലെ അതുവരെയുള്ള എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ലിയോ. വിജയുടെ മാത്രമല്ല, തമിഴ് സിനിമയുടെ തന്നെ ഇപ്പോഴും ഹയസ്റ്റ് ഗ്രോസ് സിനിമയായി നിൽക്കുന്ന ലിയോ. ലോകേഷ് വിജയ് കൂട്ടുകെട്ട് ആദ്യമായി വന്ന സിനിമ. LCUവിലേക്ക് വിജയെ ആഡ് ചെയ്ത സിനിമ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അത്രത്തോളം പീക്കിൽ നിന്നു. നെക്സ്റ്റ് വൺ, ഗോട്ട്. വെങ്കട് പ്രഭു വിജയ് കോംബോ ആദ്യമായി ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വൻ ഹൈപ്പ് ഉണ്ടായ സിനിമയാണ് ഗോട്ട്. ഗോട്ട് സിനിമയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് റിലീസായ ഗോട്ട് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തന്നെ കമന്റിൽ പറയുക. ദളപതി വിജയുടെ ഫിലിം കരിയറിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.